നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലായ അനി മൊട്ട വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ 2025 വർഷത്തെ ഒരു വെക്കേഷൻ ഞങ്ങൾ ഫാമിലിയായിട്ട് ദുബായിൽ നിന്ന് നേരെ നാട്ടിൽ പോകുന്നുണ്ടായി. അപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പല സ്ഥലം കറങ്ങിയിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിൽ പോകല്. അല്ലാണ്ട് എല്ലാവരും പോകുന്ന പോലെ ഡയറക്റ്റ് ഇവിടുന്ന് പോയി അടുത്തുള്ള എയർപോർട്ടിൽ പോയി അവിടുന്ന് വീട്ടിൽ പോകുന്ന ഒരു പതിവ് ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഹൈദരാബാദ് പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ മുംബൈ വഴി പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ മുംബൈയിലേക്ക് വന്നത്. അപ്പോൾ മുംബൈയിലേക്ക് പോയിട്ട് ഞങ്ങൾ അവിടുന്ന് നാട്ടിലേക്ക് പോയി. ഏകദേശം ഒരു 4-5 ദിവസം ഞങ്ങൾ കറങ്ങിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോയത്. എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ച് ഈ ഒരു കാണുന്ന സ്ഥലത്തേക്കൊന്നും പോകലുണ്ടായില്ല. എന്തായാലും അത് നമുക്ക് കുറച്ച് എക്സ്പെൻസും പിന്നെ ആരും അതിന് റെഡി ആവില്ല. ഈ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാം കെട്ടിയൊരുങ്ങി നമ്മൾ പോകുന്നത് അത്ര എല്ലാവർക്കും ഒരു സുഖമുള്ളൊരു കാര്യമല്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടു പോകണം എന്നുള്ളതാണ് ഞാൻ ഇനിയുള്ള യാത്രക്കാരോടും കൂടി പറയുന്നത്. ജീവിതം തന്നെ ഒരു ചെറിയൊരു യാത്രയാണ്. അപ്പോൾ ഉള്ള കാലം തന്നെ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾ മുംബൈ പോയി. മുംബൈയിൽ നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നല്ല വികസനം, അടിപൊളി വികസനം. റോഡായാലും മറ്റേ ഭയങ്കരം എല്ലാം ബിൽഡിംഗ് ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നഗരം തന്നെയാണ് മുംബൈ. മുംബൈ പോയി അവിടുന്ന് നമ്മളെ ആൾക്കാരെല്ലാം കണ്ടു. അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഒരുപാട് സ്ഥലം. മുംബൈക്ക് രാജ, മുംബൈയിലെ ടാക്സി എൻ്റെ അടുത്ത് നമ്മൾ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് മോശം. ചലോ ജായക 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 ചലോ. നടന്നിട്ട് വെന്തു എത്ര നടന്നു ഞങ്ങളാ അതിലേ കൂടി നടന്നു. വണ്ടിക്കാരൻ കൊറേ താഴെ നിർത്തി നമ്മളാ. അയ്യോ അയ്യോ, ഇത് 7 വണ്ടറിൽ ഒന്നാക്കായിരുന്നു. ചലോ ജായക ഭായ്, ജായക ചൽ കെ ആരാം സെ. ചലോ 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 മത്രാൻ. എല്ലാം ഫുള്ള് പ്രൊട്ടക്റ്റാണ്. വാലായിട്ടിട്ട് കല്ലെല്ലാം ഇടുന്നതിന് ഫുള്ള് വാലെല്ലാം ഇട്ടിട്ട് മുറുക്കിന്. മുറുക്ക് തന്നെ 1.5 മുറുക്ക്, കരിമുറുക്കല്ല ഇടാ. നമുക്ക് ഓർണ അടിച്ചുവിടാന്ന് പറയുന്ന ഇങ്ങിടാ. ഓ ഈ മറാഠികൾക്ക് ഉണ്ടാ തിരിന്ന്.
അടിപൊളിട്ടാ. ലൊക്കേഷൻ വേണമെങ്കിൽ അയച്ചു തരാം, എല്ലാവരും വന്നോ. പക്ഷേ ഇവിടെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നല്ലോ, കുറച്ച് വഴി കുറച്ച് ദുർഘടമാണ്. എന്നാലും കുഴപ്പമില്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാം. ബൈ ബൈ. എന്താ രസം, എന്താ കഥ നോക്ക്. ആഹാ, ഇതാ പിന്നെ അതിന്റെ കൂടെ ഇതാ ഞാനൊന്ന് വന്നിട്ടുണ്ടാക്കിയാണ് നമ്മളെ ജേവരത്തോട്ടില്. ഇതാ നല്ലൊരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാ. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര ദിവസം ഉണ്ട് നോക്കറിയില്ല. അടിപൊളി. ഇതാ മണ്ണുണ്ടേ. പാല് പോലത്തെ വെള്ളം നോക്കിയതാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവരും ഇതല്ല കേട്ടു. ഞങ്ങളിതാ അത്ത ഡാമിലാണ്. അത്തറ് ഒരു ചെറിയ ഡാം, വലിയ ഡാം കുറെ മുകളിലുണ്ട്. ഇത് ഒമാന്റെ ബോർഡറിന്റെ അടുത്തുള്ളൊരു ഡാമാണ്. ഈ ഡാമിൽ ഉറവയാണ് തോന്നുന്നത്. അടിപൊളി പറവയുണ്ട്, ഉറവയുണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ മീനിന് അറബി അറിയും. അതുകൊണ്ട് മലയാളികൾ പറഞ്ഞ പേരില്ല. അല്ല, അപ്പൊ അങ്ങനെയാണ്. എല്ലാവരും കുളിക്കാനുള്ള പ്ലാനാണ്. അപ്പൊ ഇനി കുളിസിയും കാണിക്കുന്നില്ല. എന്നാലും ഓക്കെ. നല്ല അടിപൊളി വെള്ളം, ഉപ്പ് രസം ഇല്ലാത്ത വെള്ളം, ഉപ്പ് രസം ഇല്ലാത്ത നല്ല വെള്ളമാണ്. അടിപൊളിയുണ്ട്.